ജൂലൈ മാസം അടിച്ചു പൊളിക്കാൻ ഈസി സ്റ്റോറിൽ ജിൽ ജൂലൈ സെയിൽ. സ്മാർട്ട് ഫോണുകൾക്ക് 75% വരെയും മൾട്ടിമീഡിയ ഗാഡ്ജറ്റ്സ്, ആക്സസറികൾ തുടങ്ങിയവയ്ക്ക് 50% വരെ ഡിസ്കൗണ്ടുകളുമായി തകർപ്പൻ ഓഫറുകളാണ് ഈസി സ്റ്റോറിലുള്ളത്. ഏറ്റവും ആകർഷകമായ വിലയിൽ സാംസങ് ഫ്ലിപ്പ് 5 വാങ്ങുമ്പോൾ നേടാം 8000 രൂപ വില വരുന്ന സൗണ്ട് ബാർ തികച്ചും സൗജന്യമായി. കൂടാതെ 24,990 രൂപ മുതൽ ലാപ്ടോപ്പുകളും എല്ലാവിധ സർവീസുകൾക്കും മികച്ച ഡിസ്കൗണ്ടുകളും. ഈസി കെയറിൽ സൂപ്പറാണ് കെയർ, ഫാസ്റ്റ് ആണ് സർവീസ്. ഉടനെ തന്നെ ഈസി സ്റ്റോറിലെത്തൂ. ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം സ്വന്തമാക്കൂ. ഫ്രണ്ട്സ് ഓഫ് ചിറ്റപ്പള്ളി പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ സൗജന്യ മരുന്ന് കഞ്ഞി കിറ്റ് വിതരണം ചെയ്തു. ഫ്രണ്ട്സ് ഓഫ് ചിറ്റപ്പള്ളി പള്ളുരുത്തിയുടെ ആഭിമുഖ്യത്തിൽ 100 കുടുംബങ്ങൾക്ക് സൗജന്യ മരുന്ന് കഞ്ഞി കിറ്റ് വിതരണവും ആയുർവേദവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ക്ലാസും സംഘടിപ്പിച്ചു. ചിറ്റപ്പള്ളി ജംഗ്ഷനിലെ ശ്രീനാരായണ ഗുരു സേവാ സംഘം ഓഫീസ് പരിസരത്ത് നടന്ന പരിപാടി കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS റിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബന്ധത്തെ സംബന്ധിച്ച് ഡോക്ടർ ക്ലാസ് എടുത്തിട്ടുണ്ടാവും, അല്ലേ? അപ്പോ ആരോഗ്യമുണ്ടെങ്കിൽ അല്ലേ എന്തുകൊണ്ട് ആരോഗ്യത്തോടെ ദീർഘായുസ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ തനതായ പാരമ്പര്യ ചികിത്സാ രീതികളാണ് ആയുർവേദം. ആയുർവേദത്തെ തേടി ലോകം മുഴുവനുമുള്ള ആളുകൾ കേരളത്തിലെത്താറുണ്ട്. എന്നുവെച്ചാൽ മലയാളിയല്ലാത്ത ലോകത്തെ വിവിധ മനുഷ്യർ ആയുർവേദ ചികിത്സയ്ക്കായി എത്തുന്ന നാടാണ് കേരളം. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വിദേശ രാജ്യങ്ങളിലും മലയാളികൾ ഇതിൻ്റെ ക്ലിനിക്കുകളും ഹോസ്പിറ്റലുകളൊക്കെ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും, പ്രത്യേകിച്ച് കർക്കിടക മാസം ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ എന്നാണ് 17 കേരള ആയുർ സിദ്ധിയിലെ ഡോക്ടർ സിജി പ്രശാന്ത് നയിച്ച വിജ്ഞാനപ്രദമായ ആയുർവേദ ക്ലാസ്സിൽ രോഗങ്ങളെയും അതിന്റെ പ്രതിവിധികളെയും സംബന്ധിച്ച സദസ്യരുടെ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി. 8 വർഷങ്ങൾക്ക് മുൻപ് രൂപീകരിച്ച സംഘടന മാസത്തിലെ 3-ാമത്തെ ആഴ്ചയിൽ പ്രഷർ, ഷുഗർ പരിശോധനയും മരുന്ന് വിതരണവും നടത്തുന്നു. കൂടാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ പാലിയേറ്റീവ് മെഡിക്കൽ ഉപകരണങ്ങൾ രോഗികൾക്ക് നൽകുകയും ചെയ്യുമെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് PK അജയഗോൾ, സെക്രട്ടറി വിജേഷ് കുമാർ, ട്രഷറർ പ്രശേഷ് NJ എന്നിവർ സംസാരിച്ചു. പഠനമാസക്കാലം അനുഭവിച്ചുകൊണ്ടിരുന്നത് ഒരു 60-70 കാലഘട്ടങ്ങളിൽ മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാർക്കൊക്കെ പഠനമാസക്കാലം എന്താന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. നമ്മളുടെ തലമുറയ്ക്ക് ഈ ഒരു കാലഘട്ടം അറിയില്ല. കാരണം അന്ന് നല്ല പെരുമഴയുള്ള സമയമാണ്. പെരുമഴ മാത്രമല്ല, നല്ല ദാരിദ്ര്യം, പട്ടിണി. കാരണം കൊയ്ത്തിന് മുമ്പുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ ഫുൾ ദാരിദ്ര്യമായിരുന്നു. അത് നല്ല മഴ. ഈ സമയത്ത് നമ്മുടെ വീടിന്റെ പറമ്പിലുള്ള ഇലകളും ഒക്കെ തോരൻ വെക്കുകയും അത് ഉണ്ടാക്കി കഞ്ഞി വെക്കുകയും ചെയ്താൽ ഈ കർക്കിടക കഞ്ഞി എന്നുള്ളൊരു ആചാരം നമ്മുടെ കേരളത്തിൽ വരുന്നുള്ളൂ. പിന്നീട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതിന്റെ ഒരു പ്രസക്തി ഇല്ലാതായി. കാരണം നമുക്ക് ഇവിടെ ദാരിദ്ര്യം ഇല്ല, പട്ടിണിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കർക്കിടക കഞ്ഞി കുടിക്കേണ്ടതിന്റെ ആവശ്യകത എന്തെന്ന് പലർക്കും ഇപ്പോൾ അറിയില്ല. 9ാമത് വാർഷികമാണ് ഈ നടക്കുന്നത്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 2017 ആരംഭിച്ച ഈ സംഘടന നിരവധി സാന്ത്വന സഹായങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ വർഷം 100 പേർക്ക് മരുന്ന് കഞ്ഞി കിറ്റ് നൽകിക്കൊണ്ട് ആണ് നൽകാമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി.